ഒരു റീ റിലീസ് സിനിമയടക്കം കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ റിലീസ് ചെയ്ത 3 മലയാളം സിനിമകളുടെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ റിപ്പോർട്ടാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ മണിച്ചിത്രത്താഴ് എന്ന സിനിമ ആദ്യ 7 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ പ്രതീക്ഷ ലെവൽ കളക്ഷനിലേക്ക് കളക്ഷനിടയിൽ പോലും എത്തപ്പെട്ടിരിക്കുകയാണ്. 3 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് വെറും 7 ദിവസങ്ങൾ കൊണ്ട് ആദ്യ വീക്ക് കളക്ഷനായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വളരെ മികച്ചൊരു തുടക്കം സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ നേടിയെടുത്തുവെന്നാണ് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇനി ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളുടെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പല പ്രമുഖ നടന്മാരുടെയും സിനിമകളുടെ ഫൈനൽ കളക്ഷൻ വാഴ, ഒപ്പം തന്നെ നുണക്കുഴി എന്നീ സിനിമകൾ മറികടന്നിരിക്കുകയാണ്. ബേസിൽ നായകനെത്തിയ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണല്ലോ നുണക്കുഴി. നുണക്കുഴി എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകൻ കോംബോയും ഇതിനു മുന്നേ ഒരുമിച്ച കൂമൻ എന്ന ആസിഫ് അലി സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഇപ്പോഴത്തെ നുണക്കുഴി മറികടന്നിരിക്കുകയാണ്. 14 കോടിയായിരുന്നു കൂമന്റെ ഫൈനൽ കളക്ഷൻ. നുണക്കുഴി 20 കോടി ഇന്നത്തോടെ മറികടക്കുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. നുണക്കുഴി ഇന്നത്തോടെയാണ് 20 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കാനായിട്ട് ഒരുങ്ങുന്നതെങ്കിൽ ഇന്നലെ ശനിയാഴ്ചത്തെ കളക്ഷനോടെ വാഴ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 20 കോടി പിന്നിട്ടിരിക്കുകയാണ്. ഇതോടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം എന്റർടൈനർ സിനിമകളെയാണ് വാഴയും നുണക്കുഴിയും മറികടന്നിരിക്കുന്നത്. അതിലൊന്ന് ദിലീപിന്റെ പവി കെയർടേക്കറാണ്. നേരത്തെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപ് നിർമ്മിച്ച കോമഡി എന്റർടൈനർ സിനിമ 12 കോടിയായിരുന്നു ഫൈനൽ കളക്ഷൻ നേടിയെടുത്തത്. നിവിൻ പോളി ദിയാൻ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളി ഫ്രം ഇന്ത്യ 19 കോടിയോളം രൂപയായിരുന്നു വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷനായിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ പറഞ്ഞ 2 മലയാളം സിനിമകളെയും നുണക്കുഴി, വാഴ എന്നീ സിനിമകൾ മറികടന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഏകദേശം 2-2.5 മാസങ്ങൾക്ക് ശേഷമാണ് മോളിവുഡിലെ ഒരു മലയാളം സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 20 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ എത്തുന്നത്. തലവൻ എന്ന സിനിമയ്ക്ക് ശേഷം വാഴയാണ് 20 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത 2-2.5 മാസങ്ങൾക്ക് ശേഷമുള്ള സിനിമ. ഇനി മുന്നോട്ടുള്ള പാതയിൽ വാഴയാണെങ്കിലും നുണക്കുഴിയാണെങ്കിലും ഏതെല്ലാം സിനിമകളെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളെ മറികടക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.